ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലുള്ളത് ഡെല്ലിൻ്റെ 3550 എന്ന് പറഞ്ഞാൽ i7 ലാപ്ടോപ്പാണ്. 13 ജനറേഷന് 3000 സീരീസിൽ വരുന്ന വില കുറഞ്ഞ സാധനമാണ്. വില കുറവെന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡാണ്, അതിൻ്റേതായിട്ടുള്ള വില ഉണ്ടാവും. അപ്പോൾ നോർമൽ സൈസിൽ വരുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ ലേറ്റസ്റ്റ് മോഡലുകളിൽ ഒന്നായ 3000 സീരീസിൽപ്പെട്ട 3550 എന്ന് പറഞ്ഞ മോഡലിൽ 13 ജനറേഷന് വിത്ത് ഗ്രാഫിക്സ് കാർഡ് വരുന്ന മോഡലാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. 2GB ഗ്രാഫിക്സ് കാർഡ് NVIDIA MX570 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ ഇൻബിൾട്ടായിട്ട് വരുന്നത് ഡെല്ല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് പുതിയൊരു പീസാണ്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം ഉള്ള സ്ലോട്ട് റാമും SSD എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. 16GB ഓൾറെഡി 8GB ഇൻബിൾട്ടായിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഒരു സ്ലോട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു 8GB 16GB ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം നമുക്ക്. ഇത് നമ്മൾ സീൽഡ് ബോക്സ് പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഹൈനിക്സിൻ്റെ 16GB DDR5 5600 എന്ന് പറഞ്ഞ സ്പീഡ് വരുന്ന റാമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇത് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം. ഇത് ബോക്സ് ഓപ്പൺ ആക്കുകയാണ്. ഇതാണ് നമ്മളെ ലാപ്ടോപ്പ് ലാറ്റിറ്റ്യൂഡ്. ഇതിൻ്റെ കൂടെ വരുന്നത് പവർ അഡാപ്റ്റർ. ഇത് 5000 സീരീസിൽ വരുന്ന പോലെ ടൈപ്പ് സി അല്ല, നോർമലി സിംഗിൾ സ്മോൾ പിൻ അഡാപ്റ്ററാണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 65 വാട്ട് തന്നെയാണ്. അതുപോലെ ഒരു പവർ അഡാപ്റ്ററും. ഇത് രണ്ടുമാണ് കാര്യമായിട്ട് ഡെല്ലിൻ്റെ ബോക്സിൽ വരല്, വേറെ ഒന്നും വരലില്ല. പിന്നെ ഒരു ക്വിറ്റ് ഗാർഡ്സ് ഉണ്ടാവും ഡെല്ലിൻ്റെ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പഴയ പോലെ തന്നെ അത് വന്നിട്ടുള്ളത് ലാപ്ടോപ്പ് ഇതുപോലെ ഒരു ബ്ലാക്ക് കേസിൽ ഗ്രേ കളർ ഡെല്ലിൻ്റെ ബാഡ്ജിങ്. ഇതാ ഗ്രേ കളർ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ബോഡിയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി തന്നെയാണ് ഇതിനും വരുന്നത്. നമ്മൾ 5000 സീരീസിൽ കണ്ടിട്ടുള്ളത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട്. 5000 സീരീസിൽ ഒരു സിൽവറിൽ ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു കളറും അതേപോലെ നല്ല കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിരുന്ന മോഡലായിരുന്നു 5000 സീരീസ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ലാറ്റിറ്റ്യൂഡ് 3550 എന്ന മോഡലാണ്. 15 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഇതാ 15 ഇഞ്ച് ഫുൾ HD 250 നൈറ്റ്സിൻ്റെ IPS സ്ക്രീനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ ഫുൾ HD + IR ക്യാമറ വരുന്നത് വിത്ത് പ്രൈവസി ഷട്ടർ വരുന്നുണ്ട്. ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇതേ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് 5000 സീരീസിലും വരുന്നുണ്ട്. കീബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഇതാ ഫുള്ള് പിന്നെ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് വിത്ത് പവർ ബട്ടണാണ് വരുന്നത്. പിന്നെ അതേപോലെ i7ൻ്റെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ NVIDIA MX570 എന്ന 2GB ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ ഇൻബിൾട്ടായിട്ട് ഡെല്ല് കൊടുത്തിട്ടുള്ളത്. i7 പ്രൊസർ 13 ജനറേഷൻ 1355U എന്ന് പറഞ്ഞ പ്രൊസർ 12MB 10 കോറിൻ്റെ ആണ് പ്രൊസർ വരുന്നത്, അപ് ടു 5 GHz. പിന്നെ ഇതിന് വരുന്ന സ്ലോട്ടുകൾ 2 USB സ്ലോട്ടും അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് സ്ലോട്ടും ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ലാപ്ടോപ്പിൽ ഓക്കെ ചെയ്യാനുള്ളതാണ്. ബാക്ക് സൈഡിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇത് നമ്മളെ കൂളിംഗ് സിസ്റ്റമാണ്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു HDMI, ഒരു USB, ഒരു ടൈപ്പ് സി വരുന്നുണ്ട്. ടൈപ്പ് സി ഡാറ്റക്കാണ്. പിന്നെ ഇത് പവർ അഡാപ്റ്ററും. പവറിന് നമ്മൾ ലാറ്റിറ്റ്യൂഡിൽ മറ്റേ 5000 സീരീസിൽ കണ്ട പോലെ ടൈപ്പ് സി അല്ല, ഇതിന് സിംഗിൾ പിന്നിൻ്റെ ചെറിയ സ്ലോട്ടാണ് വരുന്നത്. ഇതിൽ ടൈപ്പ് സി വരുന്നത് ഡാറ്റ സപ്പോർട്ട് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഹെഡ്ഫോണിൻ്റെ ജാക്കും വരുന്നുണ്ട്. 5000 സീരീസിൽ നമ്മൾ കണ്ടിരുന്നു സിം ഇടാനൊരു സ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇതിനില്ല. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റാം ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ റാം ആഡ് ചെയ്യാനുള്ള സിസ്റ്റം നോക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ടോപ്പാണ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്, മെറ്റലല്ല. ചിലർക്ക് സംശയം ഉണ്ടാവും, ഡെല്ലിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാക്കത്തെ ടോപ്പ് റിമൂവ് ചെയ്താൽ വാറണ്ടി പോവുക, അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് ഒന്നുമില്ല. കാരണം ഇതിൽ ബാക്ക് ടോപ്പ് ഊരിയാൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുള്ളൂ. കാരണം 2 സ്ലോട്ട് നമുക്ക് റാമിനുള്ളതും എല്ലാം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ടോപ്പ് ഊരണം, എന്നാലേ നമുക്കിതിന് സാധിക്കുള്ളൂ.
അപ്പോൾ അതിങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ലാപ്ടോപ്പുകളിൽ വരുന്നില്ല. വാറണ്ടി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വാറണ്ടി വരും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മദർ ബോർഡിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ ഒരു വാറണ്ടി കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൽ SSD NVMe 2230 എന്ന് പറഞ്ഞ സൈസ് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 2280 ആഡ് ചെയ്യാം, അതുപോലെ തന്നെ 2230 ആഡ് ചെയ്യാം. രണ്ടും ഓപ്ഷണലായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SSD ഇങ്ങനെയാണ് വരുന്നത്. വേറെ SSDൻ്റെ സ്ലോട്ടുകൾ കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ അതേപോലെ തന്നെ റാമിൽ 2 സ്ലോട്ടുകൾ വരുന്നുണ്ട്. അതിൽ ഒരു സ്ലോട്ടിൽ ഓൾറെഡി നമ്മൾ ഡെല്ലിൻ്റെ റാം വരുന്നുണ്ട്, ആഡ് ചെയ്തിരിക്കുന്ന റാം. അതിൽ വരുന്ന റാം DDR4 അല്ല DDR5 5600 എന്ന സ്പീഡിൽ വരുന്ന റാമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇത് 8 GB ആണ്. ഇതേപോലത്തെ ഒരു റാമും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ 16 GB റാമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് സ്കൈനിക്സിൻ്റെ, അതേപോലെ തന്നെ ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ 16 GB റാമാണ് എടുത്തിട്ടുള്ളത്. സെയിം സ്പീഡ് തന്നെ അതിൻ്റെ 16 GB 5600 സ്പീഡ് വരുന്ന റാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്യാനായിട്ട് ഇപ്പുറത്തൊരു സ്ലോട്ടും ഉണ്ട്. നമുക്ക് ഇപ്പുറത്തെ സ്ലോട്ടിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ബാറ്ററി 42 വർക്കിംഗ് ഹവേഴ്സാണ് ബാറ്ററി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 3 സെൽ ബാറ്ററിയാണ്, 42 വർക്കിംഗ് ഹവേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. 2 സ്പീക്കർ 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യപ്പെട്ട ഒന്നും ഡിഫറൻ്റ് ഒന്നും ഇതിലില്ല. ആകെ ഡിഫറൻറ്റ് വന്നിട്ടുള്ളത് പഴയതിനെ അപേക്ഷിച്ച് റാമിൻ്റെ സ്പീഡ്, അതേപോലെ SSDൻ്റെ സ്ലോട്ടും ആണ് ഡിഫറൻറ്റ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. നമുക്കിനി ഇത് പാക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ലാപ്ടോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടില്ല. ഞാനിത് ഫിസിക്കലായിട്ട് ഇതിൻ്റെ ഉള്ള സ്ലോട്ടുകളും കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇത് ലാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡലുകളിൽ ഒന്നായ മോഡലാണ്. ലാറ്റിറ്റ്യൂഡിൽ ഒരുപാട് മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് വർക്ക് ചെയ്യണതും അതേപോലെ തന്നെ ടച്ച് ഉള്ളതും ഒക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞ മോഡലിൽ വിത്ത് ഗ്രാഫിക്സ് കാർഡ് വരുന്ന മോഡലാണ്. 3600 റിയാലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ 3600 വരുന്നത് തന്നെ ആ ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തതിന് 3100 വരുന്നുള്ളൂ. സെയിം സാധനം തന്നെ വിത്തൗട്ട് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. ഡെൽ ലാറ്റിറ്റ്യൂഡ് 3550 i7 13 ജനറേഷൻ 8 GB റാം 512 GB SSD, പിന്നെ NVIDIAൻ്റെ ഗ്രാഫിക്സ് കാർഡ് MX 570 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് 2 GB ആണ് ഇതിൽ ബിൽട്ടൺ ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ 16 GB റാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് SSD വേണമെന്നുണ്ടെങ്കിൽ 512 റിമൂവ് ചെയ്തിട്ട് 1 TB 2 TB എത്ര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ വിൻഡോസ് ഇല്ല. ഇതിൽ വിൻഡോസ് ചെയ്തിട്ട് ഞാൻ വിൻഡോസ് വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് സ്ക്രീനിൽ വരുന്നത് കാണിച്ചത്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പ് ഇതാ വിൻഡോസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വിൻഡോസ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. വിൻഡോസ് ചെയ്ത് നമുക്ക് ഇതിൽ വീഡിയോ യൂട്യൂബൊക്കെ ഒന്ന് കയറി നോക്കാം എന്താ ക്വാളിറ്റി പാടുന്നുള്ളത്. സ്ക്രീനൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഈ മാറ്റ് ഫിനിഷ് ആകുമ്പോഴുള്ള ഒരു ഇതെങ്ങനായാലും സ്ക്രീനിന് വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നോക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. എന്നിട്ട് ലാപ്ടോപ്പിൻ്റെ വീഡിയോ ക്വാളിറ്റി വരുന്നത് സൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗണ്ടും ലാപ്ടോപ്പിനുണ്ട്. ഈ ലാപ്ടോപ്പിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. വീഡിയോ ക്വാളിറ്റി ഒന്നും അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മളിട്ട റാം ഇതിൽ കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഇതാണ് 16 GB റാം 13 ജനറേഷൻ ലാപ്ടോപ്പ് i7 എന്നതിൽ കാണുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വേർഷനും അതിൻ്റെ മോഡൽ നമ്പറും അതേപോലെ ഏതൊക്കെ എത്ര GB റാം ഉണ്ട് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിയിൽ കാണുന്നത് വിൻഡോസ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് Windows 11 Pro. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഇത് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. കൂടുതലായിട്ട് ഞാൻ ലാപ്ടോപ്പിൽ ഉള്ളിൽ പരിചയപ്പെടുത്തുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കേസാണ്. ലാപ്ടോപ്പിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് നോക്കാണ്ട്, പക്ഷേ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിച്ചിരുന്നു. മാനുവലായിട്ട് എല്ലാവരും നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വേറൊരു കാര്യം, ഇത് പറയത്തക്ക മോഡലായിട്ടുള്ള വലിയ മോഡലൊന്നുമല്ല. ഇത് നമ്മുടെ നോർമൽ യൂസിന് പറ്റിയൊരു ലാപ്ടോപ്പാണ്. നോർമൽ യൂസ് മാത്രം, അല്ല ഹൈ യൂസ്, അതായത് ഈ ഗെയിമിങ് ഗ്രാഫിക്സ് എഡിറ്റിംഗ് വർക്കിനൊന്നും പറ്റിയ ലാപ്ടോപ്പല്ല. അതിന് പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷേ അതിൻ്റെതായിട്ടുള്ള ലാഗ് ആ ലാപ്ടോപ്പിൽ ഫീൽ ചെയ്യും.
കാരണം ഇതൊരു നോർമൽ മിഡിൽ ക്ലാസ് ലാപ്ടോപ്പാണ്. കാരണം ലാറ്റിറ്റ്യൂഡിൽ ഏറ്റവും കുറഞ്ഞൊരു മോഡലാണ്. ഇതിലും കുറഞ്ഞ മോഡൽ ഡെല്ലിൽ വരുന്നുണ്ട്, പക്ഷേ ലാറ്റിറ്റ്യൂഡിൽ ഇല്ല. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് അല്ല. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ജനറേഷൻ 15 ജനറേഷൻ ഓൾമോസ്റ്റ് എത്തി തുടങ്ങിയിട്ടുണ്ട്. 14th വന്നിട്ടുണ്ട്, നമ്മളെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് 13 ജനറേഷൻ 3550 എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും കുറഞ്ഞ വേർഷൻ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ബിസിനസ് എഡിഷൻ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ യൂസിന് പറ്റിയ ലാപ്ടോപ്പാണ്. അപ്പോൾ വീഡിയോ ഇനി ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ മാസ് വേൾഡ് എന്ന നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്രയും നമുക്ക് പറയാനുള്ളൂ. ഓക്കെ.